Hello students, welcome back to Minis Tutorials. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയിലെ കമ്പ്യൂട്ടേഷൻ ഓഫ് ആനുവൽ വാല്യൂ. ദർ ആർ 4 സിറ്റുവേഷൻസ്. അതിൽ എങ്ങനെയാണോ ആനുവൽ വാല്യൂ കമ്പ്യൂട്ട് ചെയ്യുന്നത്, അതിൽ തേർഡ് വൺ ആണിത്. അതിൽ നോക്കാം. കമ്പ്യൂട്ടേഷൻ ഓഫ് ആനുവൽ വാല്യൂ ഇൻ കേസ് ഓഫ് ലെറ്റ് ഔട്ട് ഹൗസ് വിച്ച് ഡസ് നോട്ട് റിമെയിൻ വേക്കൻറ്റ്. ഡസ് നോട്ട് റിമെയിൻ വേക്കൻറ്റ് വരുമ്പോൾ ദർ ഇസ് നോ വേക്കൻസി during any part of the previous year, but there is unrealized rent. എന്താണ് unrealized rent? It is the amount of rent which could not be recovered by the assessee even after taking genuine steps to recover the amount from the tenant. ടെനൻറ്റിൻ്റെ കയ്യിൽ നിന്നും എല്ലാ എന്താണ് ജെനുവിൻ ആയിട്ടുള്ള സ്റ്റെപ്സ് എടുത്തിട്ടും കളക്ട് ചെയ്യാൻ പറ്റാത്ത എമൗണ്ടിനെയാണ് എന്ത് പറയുന്നത്? അൺറിയലൈസ്ഡ്. റിക്കവർ ചെയ്യാൻ പറ്റാത്ത എമൗണ്ടാണ് അൺറിയലൈസ്ഡ് റെൻറ്റ്. ഇവിടെ വേക്കൻസി ഇല്ലാത്ത കാരണം നമ്മൾ എങ്ങനെയാണോ ഗ്രോസ് ആനുവൽ വാല്യൂ കണ്ടുപിടിക്കുന്നത്, ആ സ്റ്റെപ്സ് ആണ് നമ്മളിവിടെ നോക്കേണ്ടത്. ഇവിടെ എല്ലാ വാല്യൂസും തന്നിട്ടുണ്ട്. മുനിസിപ്പൽ വാല്യൂ എന്ന് പറഞ്ഞാൽ ലോക്കൽ അതോറിറ്റീസ് ഫിക്സ് ചെയ്യുന്ന വാല്യൂ ആണ് മുനിസിപ്പൽ വാല്യൂ. ഫെയർ റെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമിലർ ആയിട്ടുള്ള ബിൽഡിങ്സിന് നമ്മൾ ചാർജ് ചെയ്യുന്ന റെൻ്റാണ് ഫെയർ റെൻറ്റ്. സ്റ്റാൻഡേർഡ് റെൻറ്റ് മീൻസ് റെൻറ്റ് കൺട്രോൾ ആക്ട് പ്രകാരം ഡിറ്റർമിൻ ചെയ്യുന്ന, ദറ്റ് ഇസ് ഡിറ്റർമിൻഡ് ബൈ ദ ഗവൺമെൻറ്, അതാണ് സ്റ്റാൻഡേർഡ് റെൻറ്റ്. ആക്ച്വൽ റെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലായിട്ട് നമ്മൾ ടെനൻറ്റിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള എമൗണ്ട് ആണ്. ഈ 4 ഫിഗേഴ്സും ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ എങ്ങനെയാണോ ഗ്രോസ് ആനുവൽ വാല്യൂ കണ്ടുപിടിക്കുന്നത്? First you make a comparison between municipal value and fair rent, whichever is greater. Then standard rent ആയിട്ട് കമ്പയർ ചെയ്യുന്നു, whichever is lower. Then actual rent ആയിട്ട് കമ്പയർ ചെയ്യുന്നു, whichever is higher. അതാണ് എടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഹെഡിങ് എഴുതാം, കമ്പ്യൂട്ടേഷൻ ഓഫ് ആനുവൽ വാല്യൂ. Computation of annual value of the house for the assessment year 2024 to 25. Then what is the expected rent? Expected rent എന്ന് പറയുമ്പോൾ നമ്മൾ ഈ 3 ഫിഗേഴ്സ് ആണ് കമ്പയർ ചെയ്യേണ്ടത്. മുനിസിപ്പൽ വാല്യൂ, ഫെയർ റെൻറ്റ്. അപ്പോൾ 1,80,000 whichever is higher, 1,80,000. Then സ്റ്റാൻഡേർഡ് റെൻ്റ് ആയിട്ട് കമ്പയർ ചെയ്യുന്നു, whichever is lower, that is the expected rent. അപ്പോൾ in this question what is the expected rent? Expected rent is equal to expected rent is 1,60,000 or actual rent means 20,000 into 12 we get 2,40,000 whichever is higher, that is the gross annual value. We make a comparison between expected rent or actual rent. Then how you find the expected rent? Expected rent is the derived value ആണ്. Derive ചെയ്യുന്നു. എങ്ങനെയാണ് derive ചെയ്യുന്നത്? By taking into consideration 3 values, municipal value, fair rent and then standard rent. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അങ്ങനെയാണ് എക്സ്പെക്റ്റഡ് റെൻറ്റ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ദെൻ ആക്ച്വൽ റെൻറ്റ് ഈസ് 2,40,000. അപ്പോൾ വാട്ട് ഈസ് ദ ഗ്രോസ് ആനുവൽ വാല്യൂ? ഗ്രോസ് ആനുവൽ വാല്യൂ ഈസ് gross annual value is 2,40,000. Then less municipal tax paid by the owner. എത്രയാണ് മുനിസിപ്പൽ ടാക്സ്? മുനിസിപ്പൽ ടാക്സ് പെയ്ഡ് ബൈ ദ ഓണർ ഈസ് 20% ഓഫ് മുനിസിപ്പൽ വാല്യൂ. എത്രയാണ് മുനിസിപ്പൽ വാല്യൂ? മുനിസിപ്പൽ വാല്യൂ ഈസ് 1,50,000. 1,50,000 20%. യു ഗെറ്റ് 1,50,000 into 20 by 100. We get 30,000.
municipal tax is 30,000, then unrealized rent is 40,000. അങ്ങനെ ഗ്രോസ് ആനുവൽ വാല്യൂവിൽ നിന്ന് 2 ഡിഡക്ഷൻസ്, മുനിസിപ്പൽ ടാക്സ് ആൻഡ് ദെൻ അൺറിയലൈസ്ഡ് റെൻറ്റ്. നമ്മളത് ഡിഡക്റ്റ് ചെയ്യുമ്പോൾ 70,000 ഡിഡക്റ്റ് ചെയ്യുന്നു. അങ്ങനെ ആനുവൽ വാല്യൂ ബിക്കംസ് ആനുവൽ വാല്യൂ ഈസ് 1,70,000. ഇങ്ങനെയാണ് നമ്മൾ വേക്കൻസി ഇല്ല, പക്ഷേ ദർ ഈസ് എൻ അൺറിയലൈസ്ഡ് റെൻറ്റ് ഉണ്ട് എങ്കിൽ നമ്മൾ ആനുവൽ വാല്യൂ കമ്പ്യൂട്ട് ചെയ്യേണ്ടത്. ഈ പ്രോബ്ലം നിങ്ങൾക്ക് ചെയ്ത് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുകയാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.